വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം തന്നെ തുടങ്ങുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ 3ാം പട്ടികയിലും അപാകത ആരോപിച്ച് ആക്ഷൻ കൗൺസിലുകൾ രംഗത്തെത്തി. ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെല്ലെപ്പോക്കെന്ന് ദുരന്തബാധിതർക്കിടയിൽ ആശങ്കയുള്ള സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രി നേരിട്ടെത്തി നടപടികൾ വിശദീകരിച്ചത്. ഈ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. പ്രസിദ്ധീകരിക്കുന്നത് ദുരന്തബാധിതരുടെ പട്ടികയല്ല, ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പട്ടികയാണ്. ഈ പട്ടികയിൽപ്പെട്ടാലേ സഹായം ലഭിക്കുമെന്ന് ആരും കരുതേണ്ടെന്നും റവന്യൂ മന്ത്രി. 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നടപടികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മാർച്ച് മാസത്തിൽ തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എന്നാൽ ദുരന്തബാധിതരുടെ പട്ടികയിൽ പരാതികൾ തുടരുകയാണ്. മുണ്ടക്കൈ പ്രദേശത്ത് പലരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. മുണ്ടക്കൈയിലെ ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആളുകൾ അവിടെ തിരിച്ചുപോയി താമസിക്കേണ്ട അവസ്ഥ. അട്ടമല പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതും അപൂർണമായ ലിസ്റ്റാണ്. എന്താണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. ഈ 7 മാസം കഴിഞ്ഞു, ഇനി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം കഴിവുകേടാണെന്ന് തന്നെ പറയേണ്ടി വരും. മുണ്ടക്കൈയിൽ ഇനി ജനജീവിതം സാധ്യമല്ലെന്നും എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ജനകീയ സമിതിയും ആവശ്യപ്പെടുന്നു. ഈ ലിസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല. ആന, പുലി എല്ലാം ഉള്ള സ്ഥലം. അതുകൊണ്ട് ഈ ലിസ്റ്റ് അവരെ പരിപൂർണമാകണമെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം. സഹായവും സ്പോൺസർഷിപ്പും വാഗ്ദാനം ചെയ്ത ഒരാൾക്കും സംശയങ്ങൾ വേണ്ടെന്നും അടുത്ത മാർച്ചിന് മുൻപ് ടൗൺഷിപ്പ് പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 24 വയനാട്.